നാഗശ്വിന്റെ ഡയറക്ഷനിൽ വന്ന കൽക്കി 2898 AD എന്ന പ്രഭാസ് നായകനായിട്ടുള്ള ചിത്രത്തെ തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാൻ വേൾഡ് ഹിറ്റാണ്, വേൾഡ് വൈഡ് സൂപ്പർ ഹിറ്റായിട്ട് തന്നെയാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും 1000 കോടിയൊക്കെ അടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ചിത്രത്തിന് കുറച്ച് പോരായ്മകളുണ്ട്. ഇത് പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഇതൊരു 50-50 ആണ്. പകുതി നല്ലതും പകുതി മോശവുമായിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈഫൈ എന്താ പറയുക, ആ ഒരു ജേർണറിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് വരുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. മനസ്സിലായി? ഇത്രയും വലിയ സ്കെയിലിൽ, ലാർജ് സ്കെയിലിൽ വരുന്ന ആദ്യത്തെ ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആകുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആകുക എന്ന് പറയുന്നത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ സംവിധായകനും ക്രൂവും വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ശോഭമായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ ഫോക്കസ് ചെയ്തപ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാതായി പോവുകയും അത് കുളവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50-50 ആണ്. അപ്പം എന്തൊക്കെയാണ് ആ പോരായ്മകളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഒരു പെർഫെക്റ്റ് പടമല്ല, 50-50 ആണ്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കുന്നത് ഇതിൻ്റെ VFX വർക്ക്സുകൾ വർക്കാണ്. അപ്പം നമ്മൾ അവഞ്ചേഴ്സ് ലെവലിലോട്ടൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ഉദ്ദേശം തീർച്ചയായിട്ടും സംവിധായകൻ ഉണ്ടായിരുന്നു. വെറുതെ ഒരു തട്ടിക്കൂട് സിനിമ എന്നുള്ള രീതിയിലല്ല. അവഞ്ചേഴ്സ് ഒക്കെ പോലെ ഒരു ഒരു എന്താ പറയുക, സൂപ്പർ ഡ്യൂപ്പർ ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള ഒരു ഹോളിവുഡ് ലെവലുള്ള ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള VFX വർക്കുകളൊക്കെയുള്ള ഒരു പെർഫെക്റ്റ് ഫിലിം ആക്കി മാറ്റാമെന്ന് നമ്മുടെ നാഗിന് എന്താ പറയുക, സംവിധായകന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. അതിൽ തീർച്ചയായിട്ടും അതേ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് തന്നെ ഒരു ഡബിൾ എഡ്ജ് സോർഡാണ്. അതായത് അത് തന്നെ ഇവർക്ക് ഒരു പണിയും കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പല ഏരിയയിലും, അതായത് അവഞ്ചേഴ്സിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള VFX ടീമുകളൊക്കെയാണ് ഇതിലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അവരുടെ വർക്കിനെ കുറ്റം പറയാനുള്ള 3 വേൾഡുകളാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാശി എന്ന് പറയുന്ന വേൾഡ്, ശംബാല എന്ന് പറയുന്ന വേൾഡ്, അതേപോലെ തന്നെ നമ്മുടെ കമലഹാസൻ വില്ലൻ എംപയറിൽ താമസിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു മെഗാ സ്ട്രക്ചർ, അങ്ങനെ ഒരു വേൾഡ്. അപ്പോൾ ഈ 3 വേൾഡുകൾ ബിൽഡ് ചെയ്തെടുക്കാനുള്ള സമയം വളരെ വലുതാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഒരു പരിധി വരെ ഒരു 90% ഈ സിനിമയിൽ 90% VFX വർക്കുകൾ പക്കാണ്, പെർഫെക്റ്റ് ആണ്, സോ ഡാം ഗുഡാണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ VFX ആണെന്ന് പോലെ തോന്നാത്ത അല്ലെങ്കിൽ പക്ക എന്താ പറയുക, വളരെയധികം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് VFX എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ തീരെ ശോകമായ, തീരെ നിലവാരമില്ലാത്ത പരശോകം സാധനങ്ങൾ ഇല്ലാത്തതുണ്ട്. അത് നമുക്ക് വളരെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ കുറേ നേരം എന്താ പറയുക, ടോട്ടലി ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഗ്രേറ്റ് ആയിട്ടുള്ള VFX വർക്കുകൾ, ഗ്രാഫിക്സുകൾ കണ്ടിട്ട് പെട്ടെന്ന് അവിടെ ഇവിടെ കുറച്ച് ശോക സാധനങ്ങൾ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ അയ്യേ എന്ന് നമ്മൾ വെക്കും. മനസ്സിലായി? ആ ഒരു സാധനം നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. അപ്പം അങ്ങനെ VFXന്റെ അവിടെയും ഇവിടെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ 90% സമയത്തും അടിപൊളിയാണ്. എന്നാൽ ബാക്കി ഒരു 10% സമയത്തുള്ള പോരായ്മകൾ നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഡ്യൂണിൻ്റെ കോപ്പിയാണെന്നൊക്കെ പറഞ്ഞ് പലരും വന്നിരുന്നു. ഡ്യൂണുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. കാരണം മരുഭൂമിയിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡ്യൂണിൻ്റെ ഒരു ലുക്ക് ഏകദേശം തോന്നുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡ്യൂണുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പക്ഷേ ഇതിന് സിമിലാരിറ്റീസ് ഉള്ള മറ്റ് 2 മൂവീസ് അല്ലെങ്കിൽ സീരീസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർ വാർസും അതേപോലെ ആപ്പിൾ ടിവിയിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സീരീസും കണ്ടവർക്കറിയാം. സ്റ്റാർ വാർസിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള വെപ്പൺസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസുകളും, എന്താ പറയുക, നമ്മുടെ ലൈറ്റ് സേവറിൻ്റെ പോലത്തെ, ലൈറ്റ് സേവർ അല്ലെങ്കിൽ പോലും നമ്മളെ ലേസർ ഗണ്ണുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഫൗണ്ടേഷൻ സീരീസ് കണ്ടവർക്കറിയാം, അതിൻ്റെ സ്റ്റോറി സിമിലർ ആണ്. നമ്മുടെ എംപററുണ്ട്, എംപറിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫൗണ്ടേഷൻ സീരീസിൽ വരുന്നത്. ഏകദേശം അതേപോലെ തന്നെ എംപർ റിവ്യൂം വരുന്നുണ്ട്. അതായത് ഇത് മഹാഭാരതമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്, എക്സാക്ട്ലി സെയിം ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഇൻസ്പയർഡ് ആണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് സ്റ്റാർ വാർസ് ആയിട്ടും അതേപോലെ നമ്മുടെ ഫൗണ്ടേഷൻ സീരീസ് ആയിട്ടും സിമിലർ ആയിട്ട് അവിടെ ഇവിടെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആൻഡ് മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പോരായ്മ, മെയിൻ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ BGM ആണ്, അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ആണ്. സോങ്ങുകളായിട്ട് എനിക്ക് അങ്ങനെ അധികം ഞാനിതിൽ കേട്ടതായിട്ട് ഓർക്കുന്ന പോലില്ല. പാട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല. ഏതോ 1-2 ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗൂസ് ബംപ്സ് പോകുന്ന രീതിയിലുള്ള അടിപൊളി പാട്ടുകളൊന്നും ഇതിൽ ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ചില സമയങ്ങളിലെ BGMകൾ ചുമ്മാ തീ സാധനങ്ങളായിരുന്നു, അടിപൊളിയായിരുന്നു. അറ്റ് ദ സെയിം ടൈം ചില എന്താ പറയുക, ചില സിറ്റുവേഷനുകളിൽ അല്ലെങ്കിൽ ചില സീനുകളിലെ BGM പരശോകമായിരുന്നു. അതായത് എന്തിനാ വേണ്ടിയിരുന്ന BGM ആ സിറ്റുവേഷനുമായിട്ട് കണക്ട് ആകുന്നില്ല, അത് ഫീൽ ആകുന്നില്ല, അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇത് മാറ്റം തോന്നില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള എവിടെയൊക്കെ പ്ലേസ് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ KGF കണ്ടവർക്കറിയാം, തന്താനി ആ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ നമുക്കൊരു ഗൂസ് ബംപ്സ് വരും. ആ ഒരു ട്യൂൺ അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അതിന് മറ്റൊരു ട്യൂൺ ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു സീനോ അല്ലെങ്കിൽ ആ ട്യൂണോ നമ്മുടെ മൈൻഡിലേക്ക് അത്രയും കണക്റ്റഡ് ആവുന്നുണ്ട്. നമുക്ക് ആ സീൻ അത്രയും കണക്റ്റഡ് ആയത് ആ ഒരു BGMൽ കൂടെയാണ്.
എന്നാൽ ഈ ഒരു ഫിലിമിലേക്ക് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബീജിയംസ് ലാക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്തിട്ടില്ല. എന്താ പറയുക, ആവശ്യമുള്ളിടത്ത് പലയിടത്തും കൊണ്ട് ഇല്ല എന്നല്ല, എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത്രയും ഡെപ്ത് ഉള്ള ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിന് കുത്തിക്കേറ്റിട്ടുണ്ട്, ക്യാമിയോ ആയിട്ടും അല്ലാതെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പല ക്യാരക്ടേഴ്സിനും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇപ്പം പറയാനാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം പ്രഭാസിനെ വെച്ചിട്ട് എന്തൊക്കെ കാണിച്ചിരിക്കണം. പ്രഭാസിനെ, അതായത് നായകൻ പ്രഭാസ് ആണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് റോൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഭാസിനെ വെച്ചിട്ട് പ്രഭാസിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുക. പ്രഭാസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബൗണ്ടി കണ്ടാണ്, തേങ്ങയുടെ മാങ്ങ. പ്രഭാസിന് വേണ്ടി ഒരു സ്റ്റാറിനെ പുള്ളീനെ ഒന്ന് മാസാക്കാൻ വേണ്ടിയിട്ടും ഒരു കോമഡി വൈബ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രഭാസിനെ വെച്ച് കുറച്ച് ക്രിഞ്ച് ക്ലീശ കോമഡികളൊക്കെ കുത്തിക്കയറ്റി ആ ഒരു വൈബിലേക്കാണ് സംഭവം എടുത്ത് പോകാൻ നോക്കിയത്. അതായത് പ്രഭാസിൻ്റെ ക്യാരക്ടറിന് ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അവരൊരു ശ്രമം നടത്തുകയാണ്. പക്ഷെ അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി, കുറച്ച് ലാഗായിട്ട് തോന്നി. കോമഡി എല്ലായിടത്തും വർക്കൗട്ട് ആയിട്ടില്ല. ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ട് വരച്ചു. ഈ സിനിമയിൽ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഫീൽ ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ പ്രഭാസിന് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളും മാത്രമാണ്. അത് വളരെ ബോറായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം പടം ഇന്റർവ്യൂ ചേഞ്ച് ആകുന്ന അടിപൊളിയാകുന്നുണ്ട്. സിനിമ ഏറ്റവും എന്താ പറയുക, ഒരു ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു എന്താ പറയുക ഫോമിലേക്ക് വന്നത് അമിതാഭ് ബച്ചൻ്റെ എൻട്രിയോട് കൂടിയാണ്. അല്ലാതെ ഈ സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രഭാസിൻ്റെ റോളും കാര്യങ്ങളൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു ഗുമ്മില്ലാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂട്രലായിട്ട് ഒരേപോലെ ഫ്ലാറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാസിൻ്റെ സീൻസല്ല. അമിതാഭ് വന്നതോടുകൂടി പടം മാറി മറിഞ്ഞു, സംഭവം ടോപ്പ് ലെവലിലേക്ക് കയറുകയായിരുന്നു ചെയ്തത്. അതേപോലെ ഈ പ്രഭാസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു എന്താ പറയുക കുഴപ്പം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് പ്രശ്നം ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ക്യാമിയോ റോൾസ് ആണ്. ക്യാമിയോ റോൾസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ അൺവാണ്ടഡ് ആയിട്ട് കുത്തിക്കേറ്റിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ പലരെയും കയറ്റിയിട്ടുണ്ട്. എന്നാൽ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ക്യാമിയോസും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ദേവർകൊണ്ടയാണ്. വിജയ് ദേവർകൊണ്ടയുടെ അർജുനൻ ആയിട്ടുള്ള ആ റോൾ എന്ന് പറയുന്നത് കുറച്ച് നേരമുള്ളെന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി തിയേറ്ററിനെ ഇളക്കി മറിച്ച് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇളകിയ സീൻ എന്ന് പറയുന്നത് വിജയ് ദേവർകൊണ്ടയുടെ ആ എൻട്രിയും അദ്ദേഹത്തിന് കുറച്ച് സീൻസ് വന്നു. വളരെ എന്താ പറയുക, പുള്ളിനെ കാണാൻ തന്നെ ഭയങ്കര ഇളകുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ഭയങ്കര മാസമായിരുന്നു. നല്ല അർജുനാന്ന് നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും ആയിരുന്നു. പുള്ളിക്ക് എന്താ പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷം പുള്ളിക്ക് ഒരു നല്ല റോൾ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം DQന് ഇതിലൊരു ക്യാമിയോ റോളുണ്ട്. DQൻ്റെ റോൾ പക്ഷേ ഭയങ്കര ഷോക്കാണ്. കാരണം കുറച്ച് സെക്കൻഡുകളേ ഉള്ളൂ. ആ ലുക്ക് ഗെറ്റപ്പ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ പുള്ളി കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഒരുപക്ഷെ സെക്കൻഡ് ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ലൊരു പോർഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഫസ്റ്റിൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയ റോളില്ല. അത് എന്തോ പോലെ തോന്നി. കാരണം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് DQ. അദ്ദേഹത്തിന് വേണ്ട ഒരു പ്രയോറിറ്റി ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹമാണ് നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് വരെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. എന്നിട്ടും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള റോൾ ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് തോന്നി. അതേപോലെ മറ്റ് ഒരുപാട് ക്യാമിയോ റോൾസിൽ അങ്ങനെ വിഞ്ഞി പറഞ്ഞു പോയിട്ടുണ്ട്. പലതും ശോകൻ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ വെറുപ്പീനാണ്. ഇവൻ നമ്മുടെ ശോകനിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ലെവലിലേക്ക് എത്തിക്കാമായിരുന്നതായിരുന്നു. അതായത് നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആകുന്നത് പോലെ. പക്ഷേ ഒന്നും തോന്നിയില്ല. ശോകനയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ, ടേക്ക് ന്യൂട്രലാണ്. പക്ഷെ നമുക്ക് ഗൂസ് ബംസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പല ക്യാരക്ടേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് തന്നെയാണ്. കാരണം അവർ കുറേ ക്യാരക്ടേഴ്സ് വരുന്ന എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവരിലേക്ക് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കണക്ഷനോ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ എന്താ പറയുക പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ആരോട് ഒരു പ്രത്യേക ഇമോഷണൽ കണക്ഷനോ അറ്റാച്ച്മെൻറ്റോ തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഈ സിനിമയിൽ അങ്ങനെ തോന്നുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് അമിതാഭിൻ്റെ ക്യാരക്ടർ മാത്രമാണ്. അതെന്നാൽ ബാക്കി എല്ലാവരും വളരെ ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രലായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോക്സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്. അതും വളരെ എന്തിനു വേണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത റോളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുക, VFX വർക്കുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് VFXനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ക്ലാസ് ആൻഡ് എലഗൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സീൻ എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്. അതിൽ നമ്മുടെ വിജയ് ദേവർകൊണ്ട വരുന്നതും കൃഷ്ണനെ കാണിക്കുന്നു. അങ്ങനെ അമിതാഭുമായിട്ടുള്ള ഫൈറ്റിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ലെവലാണ്, ടോപ്പ് നോച്ചാണ്. മഹാഭാരതം മൊത്തമായിട്ട് എന്താ പറയുക ഇയാളുടെ കയ്യിലോട്ട്, നമ്മുടെ ഡയറക്ടറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പൊളിച്ച് ആ ലെവലിൽ നീക്കി ചെയ്താൽ പുള്ളി പൊളിച്ചടുക്കി കൈ തരുന്ന കാര്യത്തിൽ നോ ഡൗട്ട്. അത്രയും പെർഫെക്റ്റ് ആൻഡ് കിട്ടിക്കൻ VFX, കിട്ടിക്കൻ ഡയറക്ഷൻ, കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ സീനിൽ പോലും ഒരു VFXൻ്റെ ഡ്രോബാക്ക് വന്നു. അത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ എന്താണ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു റോളിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ചെറുപ്പം കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ഒരു ലുക്കാണ് VFXിലൂടെ ഒരു റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അത് ഭയങ്കര ശോകമായിട്ട് തോന്നി. കാരണം അതത്ര പെർഫെക്റ്റ് ഇല്ലായിരുന്നു. അമിതാഭിൻ്റെ ചെറുപ്പ കാലഘട്ടം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് കുറവായിട്ടുള്ള ഒരു കാലഘട്ടം ചെയ്തിരിക്കുന്ന VFX വർക്ക് പരിതാപകരമായിട്ട് തോന്നി. അതൊക്കെ എന്താ ബാക്കി അവിടെ ഉണ്ടാകുന്ന സകലമായ VFX വർക്കുകൾ ആ സീനുള്ളത് എപ്പിക്കായിരുന്നു, ലെജൻഡറി ആയിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ വർക്കുകളായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം അവിടെ എവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതർ ദാറ്റ് അടിപൊളിയാണ് VFX. 90% VFX അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ക്യാരക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണുള്ള മെയിൻ പോരായ്മയാണ്.
ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിന്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. മനസ്സിലായോ? ചില സമയങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് ഭയങ്കര സംഭവമാണ്, ചില സമയങ്ങളിൽ അവർ ഒന്നുമില്ല. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ റോളിൽ ഭയങ്കര കൺസിസ്റ്റൻസി ആയിരുന്നു ഒരു പോയിന്റ് വരെ. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സംഭവം, അതായത് അമിതാഭ് എന്താ പറയുക, ചിരഞ്ജീവിയാണ്, അമാനുഷികനാണ്, അത്രയും നല്ല സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എന്നൊക്കെ പറയാം, നല്ല പവർ ഉള്ള ഒരു സോൾജറാണ്, അല്ലെങ്കിൽ ഒരു വാറിയറാണ് അദ്ദേഹം. അത്രയും സ്ട്രോങ്ങറാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീൻസും ഫൈറ്റ് സീൻസും ഒക്കെ അതിലൂടെ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ബുജ്ജി എന്ന് പറയുന്ന വെഹിക്കിൾ ഒറ്റ കാലം കൊണ്ട് ചവിട്ടി നിർത്തി ഇടിച്ച് ഓരോ സമയങ്ങൾ തെറിപ്പിക്കുകയും പ്രഭാസിനെ മാറി തൂക്കിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ആ സിനിമയിലൂടെ ഇതിൻ്റെ ക്ലൈമാക്സ് വരെ അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്, ഇദ്ദേഹത്തിൻ്റെ ഇടി 1.5 ടൺ വെയിറ്റ് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ ക്ലൈമാക്സിലേക്ക് അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, അമ്മയായിട്ട് വരുന്ന ക്യാരക്ടർ ആരാന്നുള്ളവർക്ക് അറിയാം. നമ്മുടെ അമ്മ എന്താ പറയുക, ഒരു ക്ലിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് പോകുന്ന സീനുണ്ട്. ആ സീനിൽ അമിതാഭ് ചാടി വന്നിട്ട് ഈ പുള്ളിക്കാരുടെ കയ്യിലോട്ടൊന്ന് പിടിക്കും. അതിൻ്റെ പുറകെ അമിതാഭ് താഴേക്ക് പോകുമ്പോഴത്തേക്കും അമിതാഭിനെ എന്താ പറയുക, ലൈക്ക് നമ്മുടെ പിടിച്ചുയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസാണ്. ഓർത്തോണം, അമിതാഭ് അത്രയും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉള്ള അമിതാഭ് അത്രയും നേരം എന്താ പറയുക, ഈ സീനിന്റെ തൊട്ട് മുന്നേ വരെ ഒരു റോബോട്ടായിട്ട്, ബുജ്ജി എന്ന് പറയുന്നൊരു അത്രയും പവേർഡ് ആയിട്ടുള്ള റോബോട്ടായിട്ട് വരെ ഫൈറ്റ് ചെയ്ത അമിതാഭിന് അമ്മ അല്ലെങ്കിൽ ഇത്രയും വീക്കറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഉയർത്തി പൊക്കാനുള്ള പവർ അപ്പം ഇല്ല. എവിടെ പോയി അദ്ദേഹത്തിന്റെ പവർ? അത് എത്ര ആലോചിച്ചാലും എനിക്ക് സിനിമയിൽ കാണാം. ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഇവരെന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, ഇത്രയും നേരം സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പെൺകൊച്ചിന്റെ കയ്യെ പിടിച്ച് പൊക്കാൻ പറ്റില്ല. പ്രഭാസിനെ കാലവാരി അടിക്കാൻ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് ഈ പെൺകുട്ടിയുടെ കയ്യെ പിടിച്ച് ഉയർത്താനുള്ള പവർ ഇല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ലോജിക്കലായിട്ട് ഫീൽ ചെയ്തു. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തു. ആ ഒറ്റ സീൻ കൊണ്ട് നമ്മുടെ അമിതാഭിന്റെ റോള് പട്ടിയാക്കി വിട്ട പോലെ എത്തി, ഷോ ആക്കി വിട്ട പോലെ എത്തി. അത്ര തന്നെ ബാക്കിയെല്ലാം പക്കായിരുന്നു. ആൻഡ് ഇതിന്റെ നമ്മുടെ കമലഹാസന്റെ റോള് എപ്പിക്കാണ്. അദ്ദേഹത്തിന് കുറച്ച് റോളേ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പലയിടത്തും സൂപ്പറാണ്, പലയിടത്തും ശോകമാണ്. അപ്പം രണ്ട് കാര്യങ്ങളോടെ ചേരുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു കുറ്റമല്ല. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മിത്തോളജിയും കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകും. ആൻഡ് നമ്മൾ ഈ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കും, മറക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പ്രൗഡ് ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എന്നാൽ മറ്റുള്ള കൺട്രികളിൽ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർ ഇത് വേൾഡ് വൈഡ് റിലീസാണ്. അപ്പോൾ അവിടെയുള്ളവർ ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് മിത്തോളജിയും കാര്യങ്ങളും അറിയത്തില്ല. അവർ ജനറലി ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഡ്രോബാക്സ് അവർ കാണും. കാരണം അവർ കണ്ട് ശീലിച്ചിരിക്കുന്ന അവഞ്ചേഴ്സും അല്ലെങ്കിൽ ജസ്റ്റിസ് ലീഗും അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടാണ് അവർ ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര എപ്പിക് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് ഇത് കാണുമ്പോൾ അവർക്ക് ഈ മിത്തോളജിപരമായിട്ടുള്ള കണക്ഷൻ ഇഷ്യൂസ് ഫീൽ ചെയ്യും, ഈ VFXന്റെ ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യും, ക്യാരക്ടേഴ്സിന് ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്യും. നല്ല എലമെന്റ്സ് അവർക്ക് അറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ശോക എലമെന്റ്സ് അവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് ശോകപരമായിട്ടുള്ള മിസ്റ്റേക്സ് ഈ പടത്തിൽ ഉടനീളമുണ്ട്. എങ്കിൽ പോലും 50-50 ആണ്. ഒരിക്കലും പടം ശോകമാണെന്നല്ല, എന്നാൽ പടം പെർഫെക്റ്റും അല്ല. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്ഷമിക്കാം. സെക്കൻഡ് പാർട്ടിൽ വരെ അടിപൊളിയായിരിക്കും. കാരണം സെക്കൻഡ് പാർട്ടിൽ VFX വർക്കുകൾ വരുമ്പോൾ തന്നെ വേൾഡ് ക്രിയേഷൻ എന്നൊരു സംഭവം വരുന്നില്ല. കാരണം ഓൾറെഡി 3 വേൾഡുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അത്രയും VFX വർക്കുകൾ എളുപ്പമാണ്, അതിൻ്റെ കോസ്റ്റും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി VFX കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഫണ്ട് വിനിയോഗിക്കാമായിരിക്കാം. ആൻഡ് എഡിറ്റിംഗ് വർക്ക് എന്താ പറയുക, ഇതിൻ്റെ സിനിമയുടെ എഡിറ്റിംഗ് കാര്യങ്ങളും ചെറിയ പോലെ നമ്മൾ അവിടെയും സീൻസിൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലാണ്ട് ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കൊന്നും ഇഷ്യൂ തോന്നാറൊന്നുമില്ല, അല്ലെ തോന്നില്ല. അപ്പോൾ അതല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ശരിയാണെന്ന് തോന്നുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ.